ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയവുമായിട്ട് തുടങ്ങാം. അപ്പം ഷഹബാസ് ഷെരീഫ് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ UN ചെന്നിട്ട് 7 ഫൈറ്റർ ജെറ്റുകൾ, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങളുടെ ഫാൽക്കൺ എയർക്രാഫ്റ്റിങ്ങിന് മുകളിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇന്ത്യയുടെ 7 ഫൈറ്റർ ജെറ്റുകളെ ഞങ്ങൾ നിലം പരിശാക്കി, മണ്ണോട് മണ്ണാക്കി തറ പറ്റിച്ച് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള പാർലമെൻറ്റിൽ അസീം മുനീറിനെതിരെ പുള്ളി അന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അസീം മുനീറിനും ഷഹബാസ് ഷെരീഫിനും ഒരു കോൾഡ് വാർ ഉണ്ട് അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും ആർമിക്കും ഇടയിൽ. കാരണം അസീം മുനീർ അവിടെ കറപ്റ്റഡ് ആണ്, ഇതുപോലെ ഷഹബാസ് ഷെരീഫും അവിടെ വലിയ ക്ലിയർ ഹാൻഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻസും അതേപോലെ തന്നെ ആർമിയും പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഏത് നേരത്തും ഈ പൊളിറ്റീഷ്യൻസിനെ അട്ടിമറിച്ചുകൊണ്ട് ആർമി ഭരണത്തിൽ വരാം എന്നുള്ള സ്ഥിതിവിശേഷങ്ങളാണ് അവിടെ എല്ലാ കാലഘട്ടത്തിലും തുടരുന്നത്. അപ്പോൾ ആ ഒരു ഇന്റർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ 5 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ അടിച്ച് വീഴ്ത്തിയെന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ ഉള്ളിലെ പാർലമെന്റിൽ ഇരുന്ന് കരഞ്ഞതാണ്. അതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറും ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിലാവൽ ഭൂട്ടോ ഇതേപോലെ യുണൈറ്റഡ് നേഷൻസിലിരുന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ അടിച്ച് വീഴ്ത്തിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് നോക്കൂ. പാകിസ്ഥാന്റെ ആർമിയുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നു 5 വിമാനങ്ങൾ ഇന്ത്യയുടേതെന്ന് അവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടെയും നമ്പർ ശരിയല്ല. ബിലാവൽ ഭൂട്ടോ യുണൈറ്റഡ് നേഷൻസിന്റെ ഇടക്കാല സമ്മേളനത്തിൽ പറയുകയാണ് 6 യുദ്ധവിമാനങ്ങളെന്ന്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നത് 7 യുദ്ധവിമാനങ്ങൾ. ഇതിൻ്റെയൊക്കെ തെളിവുകൾ എവിടെയാണെന്ന് പറഞ്ഞാൽ തെളിവുകളൊന്നുമില്ല, അതൊക്കെ ശൂന്യമാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഒരേ ഒരു സജഷൻ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് യുദ്ധം നിർത്തണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ആ സെയിം ഡേ തന്നെ യുദ്ധം നിർത്തണ്ടായിരുന്നു. ഒരു ദിവസം കൂടി അറ്റാക്ക് ചെയ്ത് അവരെ ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് കാല് പിടിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചെങ്കിൽ ഇപ്പം UN ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് പാകിസ്ഥാൻ വരില്ലായിരുന്നു. എനിവേ, അത് കഴിഞ്ഞ കാര്യം, നടക്കട്ടെ. ഇനി നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ സംസാരിച്ചു പോയതിനു ശേഷം ഇതിന്റെ കൗണ്ടർ പാർട്ട് ഇന്ത്യ എടുത്ത് സംസാരിച്ചു. പട്ടേൽ ഗലോട്ടാണ് ഇതിന് റെസ്പോണ്ട് ചെയ്തത്. Prime Minister of Pakistan also advanced a bizarre account of the recent conflict with India. The record on this matter is clear. Till 9th May, Pakistan was threatening more attacks on India. But on 10th May, its military pleaded with us directly for a cessation to the fighting. The intervening event was the destruction caused to multiple Pakistani air bases by Indian forces. The pictures of that damage are, of course, publicly accessible. If destroyed runways and burnt out hangars look like victory, as the Prime Minister claimed, Pakistan is welcome to enjoy it. The truth is that, as in the past, Pakistan is responsible for a terrorist attack on innocent civilians in India. We have exercised the right to defend our people against such actions and have brought the organizers and perpetrators to justice. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടുള്ള കള്ളത്തരമാണ് പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈ എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ടെറർ സ്പോൺസറിങ്ങിനെ കുറിച്ചും ടെറർ ക്യാമ്പയിനുകളെ കുറിച്ചും അവർ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള ടെറർ ഓർഗനൈസേഷൻസ്, പാകിസ്ഥാൻ പെഹൽഗാം ആക്രമണം നടത്തിയ ഒരു ടെറർ ഗ്രൂപ്പിനെ പാകിസ്ഥാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതും കൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്, എന്താണ്, ഞങ്ങൾ തീവ്രവാദികളെ ഊട്ടി വളർത്തിയിരുന്നു, അത് വെസ്റ്റേൺ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണെന്നുള്ളത് വിളിച്ചു പറഞ്ഞതാണ്. ഇതിനേക്കാളും വലിയൊരു സ്റ്റേറ്റ്മെന്റും ഒരു അക്സെപ്റ്റൻസും ഇനി വേറെ എവിടെയെങ്കിലും കിട്ടേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചത്. പിന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ വേറെ 2 കാര്യങ്ങൾ ഉന്നയിച്ചതിൽ ഒരെണ്ണം കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് റെഗുലറായിട്ട് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ കശ്മീരിന്റെ വിഷയം അത്ര സീരിയസ് ആയിട്ട് വലിയ രീതിയിൽ മുന്നോട്ടെടുത്ത് വെച്ചില്ല. അതിന് പകരം അവരെല്ലാം തന്നെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫൈറ്റർ ജെറ്റുകളുടെ വിഷയമാണ് ഏറ്റവും കൂടുതൽ അവിടെ എംഫസൈസ് ചെയ്തത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അമേരിക്കയാണ്. കാരണം അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ F-16 ഇന്ത്യ നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മറച്ചു വെക്കാനാണ് ഈ രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള പച്ചക്കള്ളങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിലുപരിയായിട്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ അവിടെ പറഞ്ഞു വെച്ചത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇത്തവണ യുണൈറ്റഡ് നേഷൻസിൽ ഷഹബാസ് ഷെരീഫ് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞ വിഷയം. സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ട് ഓഫ് വാർ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് അവിടെ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ വെള്ളത്തിന്റെ പേരിൽ ഒരു യുദ്ധം വരും. അതാണ് മെയിനായിട്ടും പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇനിയൊരു യുദ്ധം വന്നാൽ ഈ രീതിയിലായിരിക്കില്ല അത് അവസാനിക്കുക. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ ഓപ്പൺ ആയിട്ട് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവന്മാർ കരയണം, ഇന്ത്യ എടുത്ത് യുദ്ധം നിർത്താൻ പറയൂ എന്ന് പറയുന്ന രീതിയിൽ വരെ നമ്മൾ എത്തിപ്പിച്ചിട്ടേ ഇനി യുദ്ധം അവസാനിപ്പിക്കാവൂ.
ഇന്ത്യയുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നിന്ന് ഇത്തവണത്തെ UN ജനറൽ അസംബ്ലി അഡ്രസ്സ് ചെയ്തത്. അതിൽ ഇന്ത്യക്ക് ഒരു രീതിയിലും ഒരു ഹ്യൂമിലിയേഷനും എവിടെയും സംഭവിച്ചതായിട്ട് നമ്മുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനി പർപ്പസ്ഫുള്ളി ഇന്ത്യ ഹ്യൂമിലിയേറ്റഡ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർ ആ രീതിയിലാണ് പ്രൊപ്പഗൻഡയൊക്കെ ഇങ്ങനെ അടിച്ചിറക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതായത് പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അസീം മുനീർ ഇല്ലാതെ ഷഹബാസ് ഷെരീഫ് എവിടെയും പോകുന്ന ഏർപ്പാടില്ല ഇപ്പോൾ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അസീം മുനീറാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലും അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അസീം മുനീറാണ്. രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന്, പാകിസ്ഥാൻ ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫും അസീം മുനീറും താമസിച്ചാണ് വൈറ്റ് ഹൗസിൽ എത്തിയതെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമതൊരു വെർഷൻ വരുന്നത്, ഷഹബാസ് ഷെരീഫിനെയും അസീം മുനീറിനെയും 3/4 മണിക്കൂറോളം ട്രംപ് വെയിറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് പല രീതിയിലുള്ള മറ്റുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ സൈൻ ചെയ്യുന്നതും പത്രസമ്മേളനവും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഇത്തവണ ട്രംപ് നടത്തിയ മീറ്റിംഗ് ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. ഈ ക്ലോസ് ഡോർ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് 3 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാവാം നടന്നത്, നമ്പർ 1. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ റീജിയൻ, ചൈന, ഇറാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആവശ്യങ്ങളാവാം, നമ്പർ 1. രണ്ടാമത്, ട്രംപിന്റെ പേഴ്സണൽ വിഷയങ്ങളാവാം, പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റുകൾ, അതേപോലെ ക്രിപ്റ്റോ കറൻസി, അതുപോലെ തന്നെ ഈ ഒരു മിനറൽ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ മിനറൽ കമ്പനികളെ അവിടെ മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ സൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് എഗ്രിമെന്റുകളൊക്കെ പാകിസ്ഥാൻ സൈൻ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്ന എഗ്രിമെന്റുകളാണെന്നുള്ളത് പ്രിസൈസ് ആയിട്ട് വാർത്ത പുറത്ത് വരുന്നില്ല. ഈ മൂന്നാമത് വരുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം. അതായത് ഒരു പ്രാധാന്യമില്ലാണ്ട് ട്രംപ് ഈ പാകിസ്ഥാനികളെ വിളിച്ചു വരുത്തി അവരെ ഇച്ചിരി മയപ്പെടുത്തി ഇന്ന സ്റ്റേറ്റ്മെന്റുകൾ പറയുക, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവന്നത് ട്രംപ് ആണെന്ന് പറയുക. പക്ഷേ അത് വൈറ്റ് ഹൗസിൽ മാത്രമല്ല യുണൈറ്റഡ് നേഷൻസിൽ വരെ അത് പറയുക എന്നുള്ള ആ ഒരു ജോലി, ആ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചതാവാം എന്നുള്ള അനുമാനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും മൂന്നാമതുള്ള കാര്യമാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വൈകാതെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ പുറത്തു വരും. പിന്നെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്, ആഘോഷിക്കപ്പെട്ടത്. കാരണം അത് ആഘോഷമാക്കേണ്ട ഒരു ആവശ്യകതയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൗഡായിട്ട് കാണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ കാണിക്കുന്നത്. ചൈന തീർച്ചയായിട്ടും ഇതിനെ ഒരു ബുദ്ധിമുട്ടോട് കൂടി തന്നെയായിരിക്കും നോക്കിക്കാണുക. എന്തായാലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആ റിലേഷൻസ് എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഡെവലപ്പ് ആകുന്നത് എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം അമേരിക്കയ്ക്കാണ് ഇപ്പം പാകിസ്ഥാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു റൂം കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ. അത് കൃത്യമായിട്ട് ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കാനും ഇറാനെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി തന്നെ CPEC ചൈന പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇനി കൂടുതൽ ഫണ്ടിങ് കാര്യങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ആയുധങ്ങൾ വേണമെങ്കിൽ പൈസയ്ക്ക് കൊടുക്കും, അത് വേറെ കാര്യം. അതുപോലെ തന്നെ കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സ്മൂത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ ചൈന ബന്ധത്തിൽ ഏർപ്പെടുകയും കംപ്ലീറ്റ് ട്രേഡ് റൂട്ടുകളും അതിലേക്ക് കൂടി പാസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പിന്നെ അതിലുപരിയായിട്ട് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന ഇവരൊക്കെ ഒരേ ചേരിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പാകിസ്ഥാനാണ് ഇവിടെ ഡബിൾ ഗെയിം കളിക്കുന്നത്. ഇത് പാകിസ്ഥാന് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് മിക്ക അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ എത്ര മിത്രമാണെങ്കിലും അവർ തേക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ്. അവർ ഏതവസ്ഥയിലും അമേരിക്കയുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് അവർ കൈ കഴുകി മാറി നിൽക്കും. പ്രത്യേകിച്ചും സുഹൃത്ത് രാജ്യങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ അമേരിക്ക നമ്പർ 1 ആണ്. പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള കെണി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ UN തന്നെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റേൺ രാജ്യങ്ങൾ റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് റൈറ്റ്സ് ആണ് ഇന്ത്യ റഷ്യൻ ക്രൂഡ് മേടിക്കരുത് എന്ന് പറയാൻ ആദ്യം സ്വന്തം കാര്യം ക്ലാരിഫൈ ചെയ്തിട്ട് വേണം മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാൻ എന്നാണ് ഇന്ത്യ പറഞ്ഞു വെച്ചത്. ഇനി റഷ്യ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈൻ കഴിഞ്ഞ ഒരു 10-15 ദിവസങ്ങളായിട്ട് റഷ്യയുടെ ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്തുള്ള പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് തുടരെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്കുള്ളിൽ തന്നെ റിഫൈൻഡ് ഓയിലിന്റെ ഷോർട്ടേജ് ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പം ക്രൂഡിന് അവിടെ പ്രശ്നമില്ല. ക്രൂഡ് ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ റഷ്യ ആവോളം കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിൽ എടുക്കുന്ന പ്ലാന്റുകളിലല്ല ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. റിഫൈനറികളാണ് ഏറ്റവും കൂടുതൽ ഉക്രൈൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല മേജർ റിഫൈനറികളിലും നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ഓയിൽ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പം പല ഗ്യാസ് സ്റ്റേഷനുകളിലും ക്യൂ ആണ്. അതാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ റഷ്യക്ക് റിഫൈൻഡ് ഓയിൽ ആവശ്യം വന്നേക്കാം. അങ്ങനെ റിഫൈൻഡ് ഓയിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ റഷ്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് വീണ്ടും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയും അത് ഇന്ത്യയിൽ നിന്നും റിഫൈൻ ചെയ്ത് വീണ്ടും റിഫൈൻഡ് ഓയിൽ തന്നെ റഷ്യക്ക് ഇന്ത്യയുടെ അടുത്ത് തിരിച്ചു മേടിക്കേണ്ട സാഹചര്യം വരെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ പീയൂഷ് ഗോയൽ അമേരിക്കയിൽ ഈ ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് പീയൂഷ് ഗോയലിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് വരണം.
വന്നാൽ മാത്രമേ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്തൊരു കൺഫർമേഷനിൽ എത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാകിസ്ഥാന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഞാൻ ചർച്ച നടത്തി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. സാധാരണ ട്രംപ് ആരുമായിട്ട് മീറ്റിംഗ് നടത്തിയാലും ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതാണ്, ഇന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ട് നടത്തിയ മീറ്റിംഗിനെ കുറിച്ച് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. അതാണ് പാകിസ്ഥാന്റെ മീറ്റിംഗിനെ കുറിച്ച് ആൾക്കാർ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത മീറ്റിംഗ് ആയിട്ട് വിലയിരുത്തുന്നത്. ഇനി ഇന്ത്യയുടെ ഓയിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2021, 22, 23 കാലഘട്ടങ്ങളിലെല്ലാം നമ്മളുടെ റഷ്യൻ ഓയിൽ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതേസമയം നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഓയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നാണ്. അന്നും തന്നെ നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ 4%. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക തന്നെ നമ്മളെ ഗൈഡ് ചെയ്ത് നിങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ മേടിച്ചോ എന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെയാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് തുടരെ നമ്മൾ റഷ്യൻ ഓയിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യം ബിക്കോസ് ഓഫ് പ്രൈസ് കോമ്പറ്റീഷൻ. അവർ നല്ല നെഗോഷിയേറ്റ് ചെയ്ത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷന് സംസാരിച്ച സമയത്ത് ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് അതാണ് പറയേണ്ടത്, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വെച്ചിരിക്കുന്ന ബന്ധത്തിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ്, എന്നുള്ള പൊസിഷനാണ് ഇന്ത്യ എടുത്തത്. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇന്ത്യ അമേരിക്ക ഇങ്ങനെ പറഞ്ഞ ഉടനെ അമേരിക്കയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ പറഞ്ഞ് ടിക്കറ്റ് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ അങ്ങനെ സാധ്യമല്ല. നെഗോസിയേഷൻ എന്ന് പറയുന്നത് ട്രംപ് തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യ ഒരു ടഫ് നെഗോസിയേറ്റർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയണമെങ്കിൽ ഇന്ത്യയുടെ നെഗോസിയേഷൻ പവർ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് മേളിൽ എപ്പോഴും നെഗോസിയേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ടഫായിട്ട് തന്നെ അമേരിക്ക പെരുമാറും. അല്ലാതെ അമേരിക്കയ്ക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അത് ഇതിന്റെ മുൻകാല എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങൾ ഡീൽ ചെയ്യുന്ന പോലെ അല്ല ട്രംപ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യക്ക് മേളിൽ ഈ ഒരു താരിഫ് അപ്ലൈ ചെയ്തിരിക്കുന്നതിന്റെ കാരണം കൂടി അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താരിഫ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും, ആ യൂറോപ്പ് തന്നെ ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടും ഇന്ത്യയുടെ മേലുള്ള തീരുവ എടുത്ത് മാറ്റാതിരിക്കുന്നത്. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്താണെങ്കിൽ ഈ 25% പുനറ്റീവ് താരിഫ് എടുത്ത് മാറ്റേണ്ടതല്ലേ? അത് എന്തുകൊണ്ടാണ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, സ്റ്റിൽ ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യയുടെ മാക്സിമം നെഗോസിയേഷൻ പവർ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ധാരണയിലാണ് അവർ ഇതെടുത്ത് മാറ്റാത്തത്. ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യൻ ഓയിലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത്? അത് ഇന്ത്യയുടെ നെഗോസിയേഷൻ ടാക്ടിക്സ് ആണ്. അല്ലാതെ അമേരിക്ക പറഞ്ഞ ഉടനെ മുട്ടുമടക്കി ഉടനെ പോയിട്ട് അമേരിക്ക എടുത്ത് ഓക്കെ ഞങ്ങൾ നാളെ തൊട്ട് തന്നെ റഷ്യൻ ഓയിൽ നിർത്തിക്കോളാം എന്ന് പറയാൻ നമ്മൾ പാകിസ്ഥാനല്ല, അല്ലെങ്കിൽ ട്രംപ് വിചാരിക്കുന്ന പോലെയുള്ള മറ്റു പല ചെറിയ രാജ്യങ്ങൾ പോലത്തെ രാജ്യങ്ങളല്ല ഇന്ത്യ. അങ്ങനെ നിലപാട് വിട്ടു പോകാറില്ല. അത് ഇപ്പോൾ ട്രംപിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റഷ്യൻ ഓയിലിന്റെ കാര്യത്തിലേക്ക് വരുന്നില്ല അമേരിക്ക. പല രീതിയിലും ഇന്ത്യയുമായിട്ട് പ്രഷർ ഇട്ടിട്ടും ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടിട്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിർത്തിയ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്നും പർച്ചേസ് ചെയ്ത് തുടങ്ങണം. അതിന് നിങ്ങൾ മറ്റു പല മാർക്കറ്റുകളിൽ നിന്നും റെഡ്യൂസ് ചെയ്തുകൊള്ളുക. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇറാഖ് മേഖലയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓയിലിൽ ഗണ്യമായ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്, ഇൻസ്റ്റഡ് ഓഫ് റഷ്യൻ ഓയിൽ. ഇൻ കേസ് ആ ഓയിലുകളെല്ലാം തന്നെ റഷ്യക്ക് കൂടുതൽ ആവശ്യം വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് റഷ്യയായിട്ട് ആ ഒരു സപ്ലൈയിൽ കുറവ് വരുത്തി കഴിഞ്ഞാലേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യ ഒരിക്കലും അത് നിർത്തില്ല. കാരണം അത് പ്രൈവറ്റ് ഫേംസ് അത് റിഫൈൻ ചെയ്ത് പുറത്തു കൊടുക്കുന്ന, അതൊരു കമേഴ്ഷ്യൽ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന ഓയിലാണത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ട ഓയിൽ നമ്മൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങാം. അപ്പൊ പ്രൈസ് നെഗോഷിയേഷനൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡിഫൻസ് മേഖലയിൽ കൂടുതൽ പ്രോഡക്റ്റ്, അത് GE കമ്പനിയുമായിട്ടുള്ള ഒരു എഞ്ചിൻ കച്ചവടം ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുക. അതോട് ആ കമ്പനിക്ക് അഡീഷണൽ കോൺട്രാക്ട് കൊടുത്തിട്ട് $1 ബില്യൺ വർത്ത് വരുന്ന കോൺട്രാക്റ്റുമായിട്ട് അവരെ ഇന്ത്യയിലേക്ക് അസംബ്ലി ലൈൻ മാനുഫാക്ചറിംഗുമായിട്ട് അവരെ ഇന്ത്യക്കുള്ളിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ നമ്മൾ നിർത്തിവെച്ചിരുന്ന ഡിഫൻസ് കരാറുകളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ക്വാഡുമായിട്ട് ശക്തമായിട്ട് സഹകരിക്കുക. അതോടൊപ്പം അമേരിക്കയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങാനുള്ള സംവിധാനങ്ങൾക്കും പുതുതായിട്ട് തുടക്കം കുറിക്കുകയാണ്. അതായത് വരും 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ മാറ്റം കണ്ടു തുടങ്ങും. അതായത് അമേരിക്കൻ ഓയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 12% ഇറക്കുമതി ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അത് 12% ഇമ്മീഡിയറ്റ് ആയിട്ട് അമേരിക്കൻ ഓയിൽ ഇന്ത്യക്കുള്ളിൽ സർജ് ചെയ്യും, ഇറക്കുമതി, ഇമ്പോർട്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ബേസിസിലാണ് ചില നെഗോസിയേഷൻ നടന്നിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇസ്രായേലിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ നെതന്യാഹു UN അഡ്രസ് ചെയ്ത സമയത്ത് ഗാസയിൽ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് നെതന്യാഹു സംസാരിക്കുന്നത് ഗാസയിൽ ലൈവ് സ്ട്രീം വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സ്പീക്കർ സെറ്റുകളൊക്കെ വെച്ച് അവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് നെതന്യാഹു UN അഡ്രസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ലൈവ് സ്ട്രീമിംഗിൽ ഗാസയ്ക്കുള്ളിൽ കേൾപ്പിച്ചിരുന്നു എന്നുള്ളതാണ്
മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് നെതന്യാഹു പറഞ്ഞു വെച്ച ഒരു അഡീഷണൽ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക് പോലത്തെ ആൾക്കാരൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളതാണ് നെതന്യാഹു അവിടെ പറഞ്ഞു വെച്ചത്. അതായത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, നിങ്ങളുടെ ഇന്റലിജൻസ് ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങളുടെ പേജർ ഓപ്പറേഷനൊക്കെ വളരെ ഇംപ്രസീവ് ആണ് എന്നൊക്കെ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു പൊതുമേഖലയിൽ വരുന്ന സമയത്തേക്ക് ഇസ്രായേലിനെ തള്ളി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. UN വന്നിരിക്കുന്ന മിക്ക രാജ്യങ്ങൾക്കും ഇസ്രായേലിനോട് ഇതേ സമീപനമാണെന്നാണ് പറഞ്ഞു വെച്ചത്. ട്രംപ് ആണെങ്കിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ഞാൻ ഉള്ളിടത്തോളം സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ഞാൻ തൽക്കാലം നിർത്തിവെക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയൊരു പൊളിറ്റിക്കൽ ചാലഞ്ച് സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പാർട്ടി ഇസ്രായേലിന്റെ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അവരുടെ ലക്ഷ്യം ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ആണ്, അതായത് ജുദയ സമാരിയ. അപ്പൊ ഈ ജുദയ സമാരിയ അനക്സേഷൻ ഫെയിലിയർ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ ഭാവി അതിനൊരു ചോദ്യചിഹ്നമായിട്ട് മാറും. നെതന്യാഹു എല്ലാം തികഞ്ഞൊരു പൊളിറ്റീഷ്യൻ ആണ്. അപ്പൊ അത് പുള്ളി ഏത് രീതിയിൽ മറികടക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഈ സെറ്റിൽമെന്റുകൾ പതിയെ പതിയെ ജുദയ സമാരിയയിൽ തുടരും, അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കംപ്ലീറ്റ് അനക്സേഷൻ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കില്ല ഇസ്രായേൽ. അതിന് പകരം ഗാസ ഫുള്ളി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ട്രംപ് ഗാസ പ്ലാനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ട്രംപിന് ഗാസയ്ക്കുള്ളിൽ ഗുണമുണ്ട്, കാരണം റിയൽ എസ്റ്റേറ്റ് കച്ചവടം. അതേസമയം വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഒരു ഗുണവും അമേരിക്കയ്ക്കില്ല, പ്രത്യേകിച്ച് ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റിനില്ല. അപ്പൊ അതുകൊണ്ട് ട്രംപ് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഞാൻ 3 വർഷം കഴിഞ്ഞ് ഈ പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോയാലും എൻ്റെ റിയൽ എസ്റ്റേറ്റിൽ 10 പൈസ കൊണ്ട് എനിക്ക് ഞാൻ ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ട്രംപ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗാസയും എടുക്കൂ, മറ്റതങ്ങ് ഇച്ചിരി സ്റ്റോപ്പ് ചെയ്ത് വെക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നെതന്യാഹുവിൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ട്രംപ് പറഞ്ഞതായിട്ടും കൂടി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ട്രംപ് ഈ താരിഫ് കൊണ്ട് പൊറുതിമുട്ടി അമേരിക്കയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ, ആ പ്രഷറിൽ ബ്രസീലുമായിട്ടുള്ള പ്രശ്നം കടുക്കുകയാണ്. ഈ ബ്രസീലുമായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രസീൽ ട്രംപിനെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ട്രംപിന് ഒരു രീതിയിലുള്ള വിരട്ടലുകൾക്കോ ഒരു രീതിയിലുള്ള നിർദ്ദേശങ്ങളോ ബ്രസീൽ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആ സാഹചര്യത്തിൽ ഇപ്പം ഒരു രക്ഷയും ഇല്ലാണ്ട് ട്രംപ് വീണ്ടും നാണം കെട്ടിരിക്കുകയാണ്. എന്താണ്, ട്രംപ് ബ്രസീലിന്റെ ബീഫിന്റെ മേലുള്ള താരിഫ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ബ്രസീലിയൻ ബീഫിന് ഇനി 0 താരിഫാണ് അമേരിക്കയിൽ. ഇത് ബേസിക്കലി ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ താരിഫ് പേ ചെയ്യേണ്ടത് അമേരിക്കൻസ് ആണ്. അപ്പൊ ഈ പൊട്ടത്തരം മനസ്സിലാക്കാണ്ടാണ് ട്രംപ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ മരുന്നിന്റെ കാര്യത്തിലും ഇതേ സംഭവിക്കും. അതായത് ഇപ്പൊ ഈ മരുന്നിന്റെ പേരിൽ ഇപ്പൊ താരിഫ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ഒക്ടോബർ 1 മുതൽ താരിഫ് അപ്ലൈ ആവും. അത് കഴിഞ്ഞ് നോക്കിക്കോ അയർലാൻഡ് ലൈം ലൈറ്റിൽ വരും. അയർലാൻഡിന്റെ സൈഡിൽ നിന്നുള്ള മെഡിസിൻ, അതും പ്രത്യേകിച്ച് ലൈഫ് സേവിംഗ് മെഡിസിൻസിനെല്ലാം തന്നെ ട്രംപ് എക്സംഷൻ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ ഈ കമ്പനികൾ, അമേരിക്കയുടെ ഉള്ളിലുള്ള ഈ സപ്ലൈസ് എല്ലാം തന്നെ ട്രംപിന്റെ മുന്നിൽ കുറിപ്പുമായിട്ട് എത്തും. സാർ, ഈ മെഡിസിൻ ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ പ്രശ്നം ഉണ്ടാവും, ഇത്ര ആൾക്കാർക്ക് ലൈഫ് സേവിംഗ് മെഡിസിൻ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോകും വൈറ്റ് ഹൗസിലേക്ക്. അപ്പോഴത്തേക്കും ട്രംപ് എങ്ങനെയാണോ ബീഫിന്റെ താരിഫ് എടുത്ത് മാറ്റുന്നത് അതേപോലെ താരിഫ് എടുത്ത് മാറ്റേണ്ടി വരും ഈ മരുന്നുകൾക്കെല്ലാം. അവസാനം എടുത്ത് മാറ്റുമ്പോണ്ടല്ലോ കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസുകൾക്ക് മാത്രം പിന്നെ താരിഫ് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മെഡിസിൻസിന് എല്ലാം തന്നെ താരിഫ് എടുത്ത് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് ട്രംപ് തള്ളപ്പെടും. കാരണം ഇത് മെഡിസിനാണ്. അടുത്ത നമ്മൾ ടിക്ടോക്കിന്റെ വിഷയത്തിലേക്ക് വരാം. ഈ ടിക്ടോക്ക് ബൈ ചെയ്തിരിക്കുന്നത് ഒറാക്കിളാണ്. അത് ഓൾമോസ്റ്റ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തിയായി, അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഒക്കെ സൈൻ ചെയ്തു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ടിക്ടോക്ക് വാങ്ങിയിരിക്കുന്നത് ഒറാക്കിളാണ്. ഒറാക്കിളിന്റെ CEO ആരാണ്? ഒറാക്കിളിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാരി എലിസൺ ആണ്. ഈ ലാരി എലിസൺ ഒരു ജൂ ആണ്. ഈ ലാരി എലിസൺ ഒരു ജൂ ആണെന്ന് മാത്രമല്ല ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കുന്ന ഒരു കക്ഷിയും കൂടിയാണ് ഈ ഒറാക്കിളിന്റെ ലാരി എലിസൺ. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില് ടിക്ടോക്കിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗാസയിലുള്ള ഈ ഒരു ഇരവാദങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. കാരണം അത് കൺട്രോൾ ചെയ്യുന്നത് ചൈനയായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ കൺട്രോൾ, പ്രത്യേകിച്ചും അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അൽഗോരിതം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. പ്രത്യേകിച്ച് ലാരി എലിസൺ ഒരു ജൂ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇസ്രായേലിനെതിരെ വരുന്ന വാർത്തകൾ അവിടെയും ഇനി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേലിനെതിരെ എവിടെയൊക്കെ വാർത്തകൾ വരുന്നുണ്ടോ ഈ ആന്റിസെമിറ്റിസം, അത് കംപ്ലീറ്റ് ആയിട്ട് തടയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഈ ഡിജിറ്റൽ മീഡിയ ലോകക്രമം. നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടെ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടെ കംപ്ലീറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എമർജൻസി മീറ്റിംഗ് ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, റഷ്യ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് കൂടുതലായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈനിലേക്ക് നടത്തുന്നില്ല. റഷ്യക്കുള്ളിൽ ഇപ്പോഴാണെങ്കിൽ ഓയിൽ ഷോർട്ടേജും കൂടിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നാറ്റോ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അർജൻസി പ്ലാനിംഗ് ആണ്. അതായത് കംപ്ലീറ്റ് സാമഗ്രികൾ റെഡിയാക്കുക, ഫൈറ്റർ ജെറ്റുകളൊക്കെ റെഡിയാക്കുക, അതായത് ഏത് മൊമെന്റിലും നമ്മൾ ഒരു ആക്രമണത്തിന് തയ്യാറാകണം എന്നുള്ള നിലയിലുള്ള മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. എല്ലാവരും കൂടിയിരിപ്പുണ്ട്. വളരെ വിശാലമായ മീറ്റിംഗ് ആണ് നടത്തുന്നത്. ലാത്വിയ, ലിത്വാനിയ ഇവരൊക്കെ തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതായത് യുദ്ധത്തിന് പോയേക്കാം എന്നുള്ള രീതിയിലുള്ള റെഡി സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ മാർക്ക് റൂട്ടെ പറഞ്ഞാണ് ഇന്നലത്തെ ഒരു ബ്ലണ്ടർ. ആ ബ്ലണ്ടർ വേറെ ഒന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എടുത്ത ബ്രില്യന്റ് തീരുമാനമാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള 50% തീരുവ. ആ തീരുവ ഇട്ടത് കൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ റഷ്യയുമായിട്ട് സംസാരിച്ച് ഒരു പ്രഷർ ഇട്ട് പുടിനുമായിട്ട് സംസാരിച്ചത് എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ത്യ ആ സ്റ്റേറ്റ്മെന്റ് കള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതായത് നാറ്റോ രാജ്യങ്ങൾ അവർക്ക് തോന്നിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയേണ്ട ആവശ്യമില്ല, അത് കള്ളമാണ് എന്നാണ് ഇന്ത്യയുടെ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ചൊല്ലി തർക്കം അങ്ങനെ രൂക്ഷമായി. ഷോപ്പുകൾക്കുള്ളിലുള്ള ഈ ഷോപ്പുകളുടെ അതായത് ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലൊക്കെ കയറിപ്പോയി ആൾക്കാർ പോലീസുമായിട്ട് ഇങ്ങനെ അടി കൂടുകയാണ്. ഇറ്റലിയിലെ മിലാനിൽ നടക്കുന്ന വിഷയങ്ങളാണ് ഞാനിവിടെ ഫുട്ടേജിൽ വെച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള റെഫ്യൂജികൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ റെഫ്യൂജികൾ ഒന്ന് രണ്ടായിട്ട് വന്ന് പിന്നെ ആയിരക്കണക്കിൽ പിന്നെ ലക്ഷക്കണക്കിൽ ആൾക്കാരായി ഇപ്പോൾ അവർ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന അവസ്ഥ. പാലസ്തീൻ എവിടെ കിടക്കുന്നു? മെഡിറ്ററേനിയനിൽ തന്നെ മറ്റൊരു സൈഡിൽ കിടക്കുന്നതാണ് പാലസ്തീൻ. അതിന് ഇറ്റലി സ്പെയിനിൽ നിന്നും വരുന്ന എയ്ഡ് ബോട്ടുകൾക്ക് സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ ഇറ്റലിക്കുള്ളിലാണ് ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അതായത് ഇനിയിപ്പോൾ പാലസ്തീനികളെ ഇനി ഇറ്റലിയിൽ കൊണ്ട് താമസിപ്പിക്കണോ എന്നാണ് നമുക്കറിയാത്തത്. അത് പല രാജ്യങ്ങളിലും ഇനിയിപ്പോൾ പാലസ്തീൻ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എന്നാലും അവസാനം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ചത് പാലസ്തീൻ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒക്ടോബർ 7 ഹമാസ് ചെയ്ത ആ ഒരു മെസ്സാക്കറിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്നാണ് ഈ ഒരു പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ ശ്രമിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു. പാലസ്തീൻ സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങളെയൊക്കെ നെതന്യാഹു ഈ ഒരു ബ്രാക്കറ്റിലാണ് കൊള്ളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് സാധ്യമല്ല. കാരണം ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേറ്റ് പാലസ്തീൻ സ്റ്റേറ്റ് സാധ്യമല്ല എന്നുള്ളതാണ് നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നിലവിലുള്ള ഒരു ഗ്ലോബൽ അന്തരീക്ഷം. അപ്പോൾ കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.